ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്കും സുഖമാണ്. ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താണ് സ്പെഷ്യൽ? എല്ലാവരുടെ സ്പെഷ്യലും എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇന്നൊരു മുട്ടക്കറിയും ദോശയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ഉള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത് വെച്ചിട്ട് നമുക്കൊരു മുട്ടക്കറി തയ്യാറാക്കാം. അപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങ് നന്നായി ക്ലീൻ ചെയ്ത് പിന്നെ കുക്കറിലിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. കാരണം ഗ്രേവിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ നല്ലപോലെ വേവിച്ചിട്ട് ഉടച്ച് മാറ്റി വെക്കുന്നത്. പിന്നെ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചെറുതായി അരിഞ്ഞിട്ട് നമ്മൾ എണ്ണയിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നന്നായി വഴറ്റി വെന്ത് വരുന്നതിന് ശേഷം നമ്മൾ അരപ്പ് തയ്യാറാക്കുക. അതിന് മസാല തേങ്ങയെല്ലാം വറുത്തരച്ചിട്ട് അതിനകത്ത് കുറച്ച് ചിക്കൻ മസാല പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുത്തു. അപ്പോൾ വറുത്തരച്ച തേങ്ങാ മസാലയെല്ലാം ചേർത്ത് വറുത്തരച്ച തേങ്ങയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചിട്ടെടുത്തത്. അപ്പോൾ ഈ അരച്ചെടുത്ത മസാലക്കറി അതിനകത്ത് ഒഴിച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്തുടച്ച് മാറ്റി വെച്ചതും കൂടെ ഒരുമിച്ച് ചേർത്ത് നന്നായി ഇളക്കി, വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി ലൂസാക്കി എടുക്കണം. എന്നിട്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും കിട്ടും. എന്നിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് ഇതിനകത്തിട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അതിനകത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് തിളപ്പിക്കണം. അപ്പോഴേ കറിക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ കറിവേപ്പില ഇട്ട് തിളപ്പിച്ച് അതിനകത്ത് മുട്ട പുഴുങ്ങിയതിട്ട് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ദോശേൻ്റെ കൂടെ രാവിലെ തന്നെ നല്ലൊരു മുട്ടക്കറി കൂട്ടാം. നിങ്ങളിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് എൻ്റെ മുട്ടക്കറി ഇഷ്ടപ്പെട്ടോ? എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയുക. ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ്.